മലയാള സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ ഹീറോയായിരുന്ന ജയന് ഓർമ്മപ്പുകൾ. ജയൻ ഓർമ്മയായിട്ട് 45 വർഷം തികയുന്നു. 1980 നവംബർ 16-നാണ് 41-ാം വയസ്സിൽ ജയൻ മരണപ്പെട്ടത്. ജനഹൃദയങ്ങളിൽ ജയൻ ഇന്നും ആക്ഷൻ ഹീറോയായി ജീവിക്കും. മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ജയൻ്റെ ഓർമ്മകൾക്ക് 45 വർഷം. ജയൻ ഓർമ്മയായിട്ട് 4.5 പതിറ്റാണ്ട് തികയുന്നു. 1980 നവംബർ 16-ന് ചെന്നൈക്കടുത്തുള്ള ഷോളാവാരത്ത് കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഹെലികോപ്റ്റർ അപകടത്തിലൂടെ ജയൻ ഓർമ്മയായി. അന്ന് അദ്ദേഹത്തിന് വെറും 41 വയസ്സ് മാത്രം. പ്രേംനസീറും മധുവും സോമനും അടക്കി വാണിരുന്ന ഒരു കാലത്താണ് 74-ൽ ശാപമോഷം എന്ന ചിത്രത്തിലൂടെ ജയൻ സിനിമയിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. AB രാജിൻ്റെ സിനിമകളിലും കുഞ്ചാക്കോ പ്രേംനസീർ ചിത്രങ്ങളിലും അദ്ദേഹം ചെറുവേഷങ്ങളിൽ അഭിനയിച്ചു. 1976-ൽ പുറത്തിറങ്ങിയ പഞ്ചമി ഒരു വഴിത്തിരിവായി. ക്രൂരനായ ഫോറസ്റ്റ് ഓഫീസർ ജോൺസൺ എന്ന കഥാപാത്രം ജയൻ്റെ അഭിനയ മികവ് തെളിയിച്ചു. പിന്നീട് നസീർ ചിത്രങ്ങളിലെ സ്ഥിരം വില്ലനായി മാറി. ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ കടത്തുകാരൻ്റെ വേഷവും ശ്രദ്ധേയമായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥയെ ആസ്പദമാക്കി ഹരിഹരൻ ഒരുക്കിയ ശരപഞ്ചരം എന്ന സിനിമയിലൂടെയാണ് ജയൻ നായകനായി മാറുന്നത്. കുതിരക്കാരനായ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ നടനിൽ നിന്ന് താരത്തിലേക്ക് ഉയർത്തി. നായകൻ എന്ന നിലയിൽ ജയനെ ജനകീയനാക്കിയ ചിത്രം IV ശശിയുടെ അങ്ങാടിയായിരുന്നു. അഭ്യസ്തവിദ്യനായ ചുമട്ടുതൊഴിലാളിയായുള്ള അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദവും സാഹസികത നിറഞ്ഞ ആക്ഷനും തീപാറുന്ന ഇംഗ്ലീഷ് ഡയലോഗുകളും തിയേറ്ററുകളിൽ വലിയ ഓളങ്ങളുണ്ടാക്കി. Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. കരിമ്പന, മീൻ തുടങ്ങിയ IV ശശി ജയൻ കൂട്ടുകെട്ടിലെ ചിത്രങ്ങളെല്ലാം വൻ ഹിറ്റുകളായി മാറി. 1.5 വർഷം കൊണ്ട് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ജയൻ ഉയർന്നു. സാഹസികമായ സംഘടന രംഗങ്ങളിൽ ലൂപ്പില്ലാതെ അഭിനയിക്കാൻ ജയൻ അതീവ താൽപ്പര്യം കാട്ടി. 6 വർഷം കൊണ്ട് 150-ലധികം സിനിമകളിൽ വേഷമിട്ടു. 1974 മുതൽ 80 വരെ 116 ചിത്രങ്ങളിൽ വേഷമിട്ട ജയൻ മിക്ക സിനിമകളും വൻ ഹിറ്റുകളാക്കി മാറ്റി. കരിമ്പന, അങ്ങാടി, ലവ് ഇൻ സിംഗപ്പൂർ, സർപ്പം തുടങ്ങിയ സിനിമകളിൽ റൊമാൻറ്റിക് ഹീറോയായും ആക്ഷൻ ഹീറോയായും അദ്ദേഹം തിളങ്ങി. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത നായാട്ട് എന്ന ചിത്രത്തിൽ പ്രേംനസീർ സഹനടനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നത് ജയൻ്റെ താരവളർച്ചയെ അടയാളപ്പെടുത്തുന്നു. എല്ലാം തികഞ്ഞ ഒരു താരമായി ജയൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് വിധി വില്ലനായി എത്തുന്നത്. 1939 ജൂലൈ 25-ന് കൊല്ലം ജില്ലയിലെ തേവള്ളിയിലായിരുന്നു കൃഷ്ണൻ നായർ എന്ന ജയൻ്റെ ജനനം. സിനിമയിൽ എത്തുന്നതിന് മുൻപ് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായി 15 വർഷം സേവനം. തുടർന്നാണ് ജയൻ സിനിമയിൽ സജീവമാകുന്നത്. നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ കലാലോകത്തേക്ക് എത്തിച്ചത്. നടൻ ജോസ് പ്രകാശിൻ്റെ മകൻ രാജനുമായുള്ള സൗഹൃദമാണ് സിനിമാ പ്രവേശനത്തിന് വഴിത്തിരിവായത്. കൃഷ്ണൻ നായർക്ക് ജയൻ എന്ന പേര് സമ്മാനിച്ചത് ജോസ് പ്രകാശാണ്. ജയൻ വിടവാങ്ങി 45 വർഷങ്ങൾ പിന്നിടുമ്പോഴും മലയാളിയുടെ മനസ്സിൽ ആ പൗരുഷം ഒട്ടും മങ്ങിയിട്ടില്ല. മരണശേഷവും ചിത്രീകരണം പൂർത്തിയാക്കിയ 10ഓളം ജയൻ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാഹസികതയുടെയും താരത്തിളക്കത്തിൻ്റെയും പര്യായമായി മാറിയ നടൻ ജയൻ വെള്ളിത്തിരയിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. വിൻമീഡിയ, ചേർത്തല.